ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് എന്നോട് കമൻസിലും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലിയും ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നഴ്സിംഗിൽ ഒരുപാട് പ്രസൻറ്റേഷൻസ് ചെയ്യാറുണ്ടോ, ഒരുപാട് ഈ ഒരു ആളുകളോട് സംസാരിക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ, ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, എന്നെ കൊണ്ട് ഈ ഒരു ഫീൽഡ് പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ഡൗട്ടായിട്ടും അവരുടെ കൺസേൺ ആയിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്, എങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഇൻട്രോവേർട്ട് ആയോ സ്റ്റേജ് ഫിയർ ആയിട്ടോ ഉള്ള നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റേഷൻസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം, നിങ്ങളുടെ സ്റ്റേജ് ഫിയറിനെ നിങ്ങളുടെ പേടിയും നിങ്ങൾക്ക് തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയുള്ള കുറേ ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ടൈം കളയേണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കാണുന്ന ഈ ഞാനില്ലേ, ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പേഷ്യൻറ്റിൻ്റെയൊക്കെ റൂമിൽ പുതിയതായിട്ട് ചെന്ന് കയറാനായിട്ട് എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഞാനിങ്ങനെ കുറേ നേരം ആ റൂമിൻ്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കും, എങ്ങനെ ചെന്ന് കയറി സംസാരിക്കട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ നിൽക്കും. അതുപോലെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. സ്റ്റേജ് ഫിയർ എന്ന് വെച്ചാൽ എനിക്ക് ആരടുത്തും പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, അമ്മാതിരി സ്റ്റേജ് ഫിയർ ആണ് എനിക്കുള്ളത്. എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്തോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്, നീ എൻ്റെ നെഞ്ചിടിക്കുന്ന നോക്കടി എന്ന് പറഞ്ഞാൽ പിള്ളേർ വിശ്വസിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഈ സ്റ്റേജ് ഫിയറിൻ്റെയും ഈ ഇൻട്രോവേർട്ടിൻ്റെയൊക്കെ ബിഹൈൻഡിൽ ഞാൻ കഴിഞ്ഞ SNAയുടെ സൗത്ത് സോണിൽ 2 പ്രാവശ്യം കലാതിലകമായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് പ്രസൻറ്റേഷൻസിന് എനിക്ക് നല്ല സ്കോർ കിട്ടാറുണ്ട്. എൻ്റെ പ്രസൻറ്റേഷൻസിനും എൻ്റെ AV8സിനും ഒക്കെ എനിക്ക് നല്ല സ്കോർ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്തതും ഞാൻ പ്രയോഗിച്ച് പ്രൂവ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആദ്യത്തെ കാര്യത്തിലേക്ക് പോവാം. നഴ്സിംഗിൽ പ്രസൻറ്റേഷൻസ് ഉണ്ടോ? നഴ്സിംഗിൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ മുമ്പ് പറയാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, 4th ഇയർ നിങ്ങൾക്കൊരു ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ട് 4th ഇയർ. അപ്പോൾ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിൽ നമ്മൾ സാരി ഉടുത്ത്, നമ്മുടെ ഗേൾസ് ആണെങ്കിൽ ഗേൾസ് സാരി ഉടുത്ത് മുകളിൽ കോട്ടിട്ട് ആസ് എ ടീച്ചർ നിങ്ങൾ ക്ലാസ്സിൽ മൊത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം വിത്ത് ലോട്ട് ഓഫ് AV8s. ആ ഒരു AV8s, ചാർട്ട്സ്, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് പ്രസൻറ്റേഷൻ, നിങ്ങൾ PPT പ്രസൻറ്റേഷൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ സെൻറ്ററിലോ ടീച്ചർ ഇരിക്കും. ആ ക്ലാസ്സിലുള്ള ഫുൾ കുട്ടികളും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. സോ യു ആർ ഗോയിങ് ടു ടീച്ച്. അപ്പോൾ അതേപോലെ ഉള്ളൊരു വലിയ ഒരു ടീച്ചിങ് പ്രാക്ടീസ് തന്നെ നിങ്ങൾക്ക് 4th ഇയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് 1st ഇയറിലെ നിങ്ങൾ പ്രസൻറ്റേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പോകണം. എങ്ങനെയാണ് നല്ലൊരു പ്രസൻറ്റേഷൻ, ഈ ഒരു സ്റ്റേജ് ഫിയറും ഇൻട്രോവേർട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് പ്രസൻറ്റേഷൻസ് ചെയ്യാൻ പറ്റുക, എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം? ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്. സ്വന്തമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള കുട്ടികളോട് പറയില്ലേ, ഇപ്പം നമ്മൾ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവരോട് പറയില്ലേ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ എന്ന് പറയും. നിങ്ങൾ സ്വന്തമായിട്ട് പറയൂ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ, കാരണം ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ കപ്പാസിറ്റി എന്താ, നിങ്ങളുടെ കഴിവുകൾ എന്താന്ന് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്കറിയാലോ. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ കഴിവ് കുറവാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യത്തിൽ നിങ്ങൾക്ക് കഴിവ് കാണും. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഷീറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു കേസ് പ്രസൻറ്റേഷൻ്റെ ഒരു ഇവാലുവേഷൻ ഫോർമാറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എഴുതിയ കണ്ടൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ്, ഞാൻ യൂസ് ചെയ്ത ലാംഗ്വേജ് എങ്ങനെയുണ്ടായിരുന്നു, പിന്നെ ഞാൻ പേഷ്യൻറ്റിനെയോ അല്ലെങ്കിൽ കുട്ടികളെയോ എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്തു എന്നുള്ളതും, അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത AV8s
ഏവിയേറ്റ്സ് അപ്രോപ്രിയേറ്റ് ആയിരുന്നോ, നല്ല രീതിയിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക്, ഞാൻ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചെയ്ത രീതി, അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചതും അവർ എനിക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് വരെ നോക്കിയിട്ട് മാർക്കിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പേഴ്സണലി എങ്ങനെയായിരുന്നു ഗ്രൂം ചെയ്തത്, എൻ്റെ മാനറിസംസ് എങ്ങനെയാണ്, കയ്യും കാലക്കനക്കിയോ, അതൊക്കെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് വച്ചിട്ടാണ് ടോട്ടൽ സ്കോറിംഗ് ഇവിടെ നടത്തിയിരിക്കുന്നതും ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു ഓവറോൾ ആയിട്ട് ഒരു റിവ്യൂ എനിക്ക് തന്നേക്കുന്നതും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സംസാരിക്കുന്നതിലോ നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ മാത്രമല്ല, ഈവൻ നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റ്, അസൈൻമെന്റ് പേപ്പറിൽ എഴുതുമല്ലോ ആ ഒരു കണ്ടന്റ്, പിന്നെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്, നിങ്ങളുടെ ഏവിയേറ്റ്സ്, എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പാട്. നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷിലാണ് പ്രസൻറ്റേഷൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലാംഗ്വേജ് ആയിരിക്കും നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങളുടെ ടീച്ചേഴ്സിന് മനസ്സിലാവും നിങ്ങളുടെ ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് പ്രോബ്ലം ആണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാം, നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഏവിയേറ്റ്സ് ഉണ്ടാക്കാം, നല്ല പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ്സ് ഗൂഗിളും ടെക്സ്റ്റ് ബുക്കും ഒക്കെ റെഫർ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കാം. അപ്പോൾ ടോട്ടൽ സ്കോറിംഗ് നിങ്ങൾക്ക് കൂടും. യുവർ പ്രസൻറ്റേഷൻ വിൽ ഹാവ് എ ഗുഡ് സ്കോർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ആ പ്രസൻറ്റേഷനിൽ മാർക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ നീറ്റ്ലി. പ്രിപ്പയർ ദ കണ്ടന്റ് നീറ്റ്ലി. നിങ്ങളുടെ കണ്ടന്റില്ലേ, ആ ഒരു കണ്ടന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എഴുതുന്നതിൽ മാത്രമല്ല, നിങ്ങൾ ആദ്യം ഇപ്പോൾ നഴ്സിംഗിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കേസ് പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, എന്തായാലും ആദ്യം നിങ്ങൾ അസൈൻമെന്റ് പേപ്പറിൽ എഴുതും, നിങ്ങൾക്കത് മാഡത്തിന് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് കറക്ഷൻ തരും. കറക്ഷനിൽ മാം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് അതൊക്കെ റൈറ്റ് ചെയ്യാൻ പറയും, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. പ്രൊസീഡ് വിത്ത് ഏവിയേറ്റ്സ് എന്ന് എഴുതി തരും. അല്ലാന്നുണ്ടെങ്കിൽ പ്രസന്റഡ് വിത്ത് ഏവിയേറ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ പ്രൊസീഡ് എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. സോ ഫസ്റ്റ് തിങ്, കണ്ടന്റ് അവിടെ സെറ്റായി. ഇനി അടുത്തുള്ളത് ആ കണ്ടന്റ് പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു കേസ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ CKD, ക്രോണിക് കിഡ്നി ഡിസീസ് ആയിരിക്കും. അപ്പോൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. എന്താ, എൻ്റെ പേഷ്യൻറ്റിൻ്റെ ക്രിയാറ്റിൻ ലെവൽ എന്ന് പറയുന്നത് 2 ആയിരുന്നു. നോർമൽ ലെവൽ ഓഫ് ക്രിയാറ്റിൻ ഇത്രയാണ്. അപ്പോൾ എന്തായാലും പേഷ്യൻറ്റിന് ഹൈ ആണ്. അപ്പോൾ മാഡത്തിന് അവിടെ ക്ലിക്കായി, അവിടെ ഒരു നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടുവാണ്, നിങ്ങൾക്കൊരു മാർക്കിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കിട്ടുക. എന്താ, നിങ്ങൾക്ക് നോർമൽ ലെവലും കൂടെ നിങ്ങൾ അവിടെ പറഞ്ഞു. ദാറ്റ് മീൻസ് യു ഹാവ് എ നോളജ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ നോളജ് അതേപോലെ തന്നെ പ്രിപ്പയറിങ്, ആ 2 കാര്യങ്ങളായി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ്. നോളജ് ഉണ്ട്, നിങ്ങൾ പ്രിപ്പയറും ചെയ്തു, അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഒരു കണ്ണാടിയുടെ മുമ്പ് നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചിരുത്തിയിട്ട് വാ, എനിക്ക് നാളെ പ്രസന്റേഷൻ ആണ്, നീ എൻ്റെ പ്രസന്റേഷൻ മൊത്തം കേൾക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കണം, ഡൗട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട്, നിങ്ങളുടെ ഫ്രണ്ടിനെ പിടിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട് പറയുക. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛനെയോ അമ്മയോ 5 മിനിറ്റ് എൻ്റെ പ്രസന്റേഷൻ കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട് അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രസന്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങളായി. ഇനി അടുത്തതായിട്ട് എന്തോ, ബാലൻസ്. എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണം. ഓക്കെ, നിങ്ങളുടെ ഏവിയേറ്റ്സ്, നിങ്ങളുടെ നഴ്സിംഗിൽ ഏവിയേറ്റ്സ് വച്ചിട്ട് തന്നെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതല്ലാതെ ചെയ്യുന്ന പ്രസന്റേഷൻസ് ഒക്കെ, അല്ലാതെ വല്ല പ്രസന്റേഷൻസ് പറയുന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ പ്രസന്റേഷൻ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഏവിയേറ്റ്സ് വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഏവിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെങ്കിലോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ദിസ് ഇസ് ഇറ്റ്. ഒരുപാട് ഏവിയേറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യും. എനിക്ക് ഇടയ്ക്ക് ഒരു പ്രസന്റേഷനിൽ പറ്റിയ അബദ്ധമാണ്, ഞാൻ 3 ചാർട്ട് എഴുതിക്കൊണ്ട് പോയി. 3 ചാർട്ട്സിൽ എൻ്റെ കണ്ടൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചാർട്ട് ഞാൻ കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു ഫ്ലാഷ് കാർഡ് കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഏതോ ഒരു ഏവിയേഡ് കാണിച്ചു. അതിനുശേഷം പിന്നീടുള്ള 2 ഫ്ലാഷ് കാർഡ്, ഈ 2 ചാർട്ടിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ ഫ്രണ്ട് അപ്പുറത്തിരിക്കുമായിരുന്നു, അവൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ചാർട്ടുകൾ 3 ഇങ്ങനെ പിടിച്ചിരിക്കുക.
അപ്പോൾ ഓരോന്ന് വരുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പോയി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പ്രസൻറ്റേഷൻ തീർന്നു കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഭാഗ്യത്തിന് അവൾ എന്ത് ചെയ്തില്ല, ആ സമയത്ത് ഈ 2 ചാർട്ട് വേണ്ടേ എന്ന് ചോദിച്ചില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവൾ അടുത്ത് വന്നിരുന്നിട്ട് പറയാം, എടി ഈ 2 ചാർട്ട് ഉണ്ടായിരുന്നു, നീ അത് പറഞ്ഞില്ല, ഈ കണ്ടൻസ് ഇന്ന ഏവിയേറ്റ്സിലുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഓർഡറിൽ ഞാൻ പോവേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം, ആ ഒരു ഓർഡർ ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ പ്രിപ്പയർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, നോളജ് വേണം, അതേപോലെ ഒരു ബാലൻസും വേണം. ആയിട്ടുള്ള കാര്യം ഒരു ടിപ്പാണ്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മിററിൽ നോക്കി നിങ്ങൾ പറയുക, മിററിൽ നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ടിപ്പ്. ഓക്കെ, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇപ്പോൾ തന്നെ ആക്ച്വലി ഞാനിങ്ങനെ കൈയൊക്കെ എടുത്ത് സംസാരിക്കില്ല, നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യില്ലേ, ആ സമയത്ത് ഇതൊക്കെ മാനറിസംസ് ആണ്, അതിന് എനിക്ക് മാർക്ക് പോകും. സോ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, മിററിൽ നോക്കി സംസാരിക്കുക. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പേടിക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് അവരിങ്ങനെ കണ്ണടക്കിടയ്ക്ക് ഇങ്ങനെ അടയ്ക്കും, എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ണടയ്ക്കും, ആ ഒരു രീതി ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാം. സ്വന്തമായിട്ട് സംസാരിക്കുന്ന വഴി എന്ത് ചെയ്യാം, ചില കുട്ടികൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. മൈ പേഷ്യൻ്റ് വാസ് മിസ്റ്റർ കുതിവാരൻ നായർ, ഹി വാസ് 28 years old. ഈ ഒരു എന്നില്ലേ, ആദ്യം കേൾക്കുമ്പോഴും ഓക്കെ, പക്ഷേ ഇത് നിങ്ങളുടെ പ്രസൻറ്റേഷനെ കോളാവാക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞ കാര്യം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് വേണം നിങ്ങൾക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഈ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുഞ്ഞു നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഈ വക കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മിററിൽ നിന്നിട്ട് നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ പ്രോബ്ലംസ് നിങ്ങൾ ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആരോ എന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിലെ കമൻറ്റിൽ പറഞ്ഞു, വലിച്ചു നീട്ടാതെ പെട്ടെന്ന് അങ്ങ് കാര്യം പറയാം. ഇതെൻ്റെ ഒരു പ്രശ്നമാണ്, ഞാനിങ്ങനെ വലിച്ചു നീട്ടിയ കാര്യം പറയുള്ളൂ, എന്താണെന്നോ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോ മുഴുവൻ എടുത്ത് വെച്ച് കണ്ട് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ചില പ്രശ്നം. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ടിപ്പാണ് ഡു എ പ്രസൻറ്റേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ മിറർ. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് യൂസ് യുവർ ഫ്രണ്ട്. അത് നേരത്തെ പറഞ്ഞ ടിപ്പിൽ ഇൻക്ലൂഡ് ആയി പോയിട്ടുണ്ട്. എന്താണ്, ഫ്രണ്ടിനെ വിളിച്ചിരുത്തിയിട്ട്, കാരണം നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഈ ഒരു മെഡിക്കൽ ടേംസ് ഒക്കെ അവർക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയായിരിക്കും, നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിരുത്തി ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങോട്ട് ചോദിക്കുമെന്ന് പറയാം. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയല്ല, ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനകത്തുനിന്ന് കുത്തി ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ശ്രമിക്കില്ലേ, നമ്മൾ ആസ് എ ടീച്ചർ ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ അവൾ ഇങ്ങനെ ചോദിക്കാൻ പറയുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറയുക. അപ്പോൾ ഇതൊക്കെ ടീച്ചറും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്കതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് പറ്റും. സോ ഡു ദാറ്റ് തിങ്, യൂസ് യുവർ ഫ്രണ്ട്. അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, നോളജ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് അപ്പിയറൻസ് ഇസ് ദ ബെസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയത്തില്ലേ. ഫസ്റ്റ് ആയിട്ടുള്ള അപ്പിയറൻസ്, നിങ്ങളുടെ കളറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കിൻ ടോണോ ഒന്നും അല്ല ഇവിടെ മെയിൻ. ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്. പ്രോപ്പറായിട്ട് പ്രസൻറ്റേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് അങ്ങനെയൊന്നും അല്ലായിരിക്കും, അങ്ങനെയൊന്നും ആവരുത് കിടക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നീറ്റ്നെസ് വേണം. ഞാനിപ്പോൾ വീട്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്നിട്ട് വീട്ടിലെ ഡ്രസ്സ് ഇട്ടല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ വെളിയിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വൈ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത്? എനിക്ക് വീട്ടിൽ ഇട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് മുടിയൊന്നും കെട്ടാതെ വീട്ടിൽ ഇരിക്കുന്ന കോലത്തിൽ എനിക്ക് വീഡിയോ എടുത്തുകൂടെ? ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ബിക്കോസ് എന്നെ തന്നെ എനിക്കിങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഞാനിങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ടിരുന്നാലേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു ബിൽഡ് യുവർ കോൺഫിഡൻസ്. നിങ്ങൾ സ്വന്തമായിട്ട് റെഡിയായി, സ്വന്തമായിട്ട് ഐ എം ഓക്കെ ടു പ്രസൻറ്റ് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്റ്റേജ് എന്നുള്ള രീതിയിൽ നിൽക്കുക. ഓക്കെയാണ്, ഞാൻ എല്ലാവരുടെയും മുമ്പ് പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുക. സോ നിങ്ങളുടെ കളറും കാര്യങ്ങളും ഒന്നും അതിലൊരു മാറ്ററേ അല്ല. ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്. ഓക്കെ, അതാണ് അടുത്ത ടിപ്പ്. ഓരോ കോർണറിലും നിങ്ങൾ ഓരോ കുട്ടികളെ നിങ്ങൾ സ്പോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ സൈഡിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇരിക്കുവാണ്,
അയാളെ ഫോക്കസ് ചെയ്യാം. ഈ സൈഡിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള നമുക്ക് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ, ആ കുട്ടിയെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ആ ഒരു സൈഡിൽ ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ 3-4 കുട്ടികളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രസന്റേഷൻ എടുക്കുമ്പോൾ ആ കുട്ടിയെ നോക്കി സംസാരിക്കും പോലെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുട്ടികളെയാണ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് വച്ചേക്കുന്നത് ഓരോ എൻഡിൽ നിന്നും. അപ്പോൾ ആ കുട്ടികളെ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ടീച്ചറിനോ അല്ലെങ്കിൽ ബാക്കി സ്റ്റുഡൻസിനോ ഞാൻ പർട്ടിക്കുലർലി ആ സ്റ്റുഡൻറ്റിനെയാണ് നോക്കുന്നതെന്നൊരു ഫീല് കിട്ടില്ല. ലൈക്ക് ഞാൻ ആ സൈഡ് മൊത്തത്തിൽ നോക്കുന്ന പോലെ ഇരിക്കുള്ളൂ. ആ ടീച്ചർ അവിടെ നിന്ന് നമ്മളെ നോക്കുന്ന ടീച്ചറിന് ഞാൻ ആ കുട്ടിയാണ് ഫോക്കസ് ചെയ്ത് നോക്കുന്നതെന്ന് മനസ്സിലാവില്ല, ആ സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ ടീച്ചർ എന്താ കാണുന്നത്, എല്ലാ കുട്ടികളെയും ആ കുട്ടി സറൗണ്ട് ചെയ്ത് നോക്കുന്നുണ്ട്, എല്ലാവരെയും ഇൻവോൾവ് ചെയ്യാനായിട്ട് ആ കുട്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ ആ ടീച്ചർ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കുവാണ് നമ്മൾ ആ പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ. അപ്പോൾ ഡു ഇറ്റ്. ഇനി എൻ്റെ അമ്മ പറഞ്ഞു തരുന്ന ഒരു പ്രത്യേക ടിപ്പുണ്ട്. എൻ്റെ അമ്മ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തരുന്ന ഒരു ടിപ്പുണ്ട്. നമ്മൾ പ്രസൻറ്റേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ഏതെങ്കിലും ഒരാൾ, നമ്മളിപ്പോൾ ദൂരെ നിന്നൊക്കെ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇടയിലോ പേഷ്യൻറ്റിനെയോ ബൈസ്റ്റാൻഡറിനെയോ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആരെങ്കിലും ഒന്ന് നോക്കി നമ്മളൊന്ന് ചിരിക്കാൻ പറയും. എൻ്റെ അമ്മ പറഞ്ഞു തരുന്നതാണ്, ഞാനിത് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് അതൊരു നല്ല റെസ്പോൺസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മളൊരു പ്ലസൻറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മളൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി എടുക്കുകയാണ് എന്നുള്ളൊരു ഫീല് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം. ആ ഒരു ഇഷ്ടം വരുത്താൻ വേണ്ടിയിട്ട് യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ സ്മൈൽ. ഒരു സ്മൈൽ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മളോട് ഒരു ചെറിയ ഇഷ്ടം വരുത്താനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പേഷ്യൻസിൻ്റെ ഒക്കെ ഇടയിൽ നിങ്ങളിങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരാളെ നോക്കി നിങ്ങളൊന്ന് ചിരിക്കുക. ആ ആൾക്ക് ഇയാളെ നോക്കിയിട്ടാണ് ചിരിച്ചതൊന്നും ഫീൽ ചെയ്യില്ല. മൊത്തത്തിൽ ആ ഒരു ഗ്യാങ്ങിനെ നോക്കി നമ്മൾ ചിരിച്ച പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഡു ഇറ്റ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കി ടിപ്പാണ് കേട്ടോ, നോ യുവർ ടീച്ചർ. ടീച്ചറിനെ അറിയാം. ഏത് ടീച്ചറിൻ്റെ മുന്നേ ആണോ നിങ്ങൾ പ്രസൻറ്റേഷൻ എടുക്കാൻ പോകുന്നത്, ആ ടീച്ചറിൻ്റെ ഏകദേശം സ്വഭാവമൊക്കെ നമുക്കറിയാം. നമ്മൾ ചെന്ന് 2ാമത്തെ ദിവസം നമുക്ക് എല്ലാ ടീച്ചറിൻ്റെ ഏകദേശം സ്വഭാവമൊക്കെ നമ്മൾ പിടിയിട്ട് വയ്ക്കും, അല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ടീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ആ ടീച്ചറിൻ്റെ മുമ്പ് പ്രസൻറ്റേഷൻ എടുത്താൽ തീർന്ന ഒരു കുത്തി എല്ലാം ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ടീച്ചറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ അറിഞ്ഞാൽ ആ ടീച്ചറിൻ്റെ അടുത്ത് ഏത് രീതിയിൽ പ്രസൻറ്റേഷൻ എടുത്താൽ ആ ടീച്ചറിനെ കയ്യിലെടുക്കാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില ടീച്ചേഴ്സിന് ഈ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില ടീച്ചേഴ്സിന് AV8s പ്രോപ്പറായിട്ട് ചെയ്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില ടീച്ചേഴ്സിന് ഒരു ചാർട്ടിനുള്ളിൽ നമ്മളൊരു നല്ല പിക്ചറൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീച്ചേഴ്സിനെ കയ്യിലെടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് കുറച്ച് ടിപ്സ്. നമുക്ക് പ്രസൻറ്റേഷൻസ് എടുക്കുമ്പോഴും ഈ ഒരു സ്റ്റേജ് ഫിയർ ഉള്ളവർക്കും ഒക്കെ നന്നായിട്ട് പ്രസൻറ്റേഷൻസ് എടുക്കാനും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ പറ്റുന്ന ടിപ്സാണ്. ഇനി എന്തെങ്കിലും ടിപ്സ് നിങ്ങൾ എന്തെങ്കിലും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ബാക്കി വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള കണ്ടന്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.